ഹലോ 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 നമുക്കിന്നൊരു പായസമായാലോ? കടും പായസം. അതിന് വേണ്ടി കുറച്ച് ജീരകശാല അരിയാണ്ട് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കൽക്കട്ടം, ചെറിയ ജീരകശാല അരി, ബിരിയാണി അരി, അതാണ് കേട്ടോ. പിന്നെ തേങ്ങ, പിന്നെ പഴം ഉണ്ട് കേട്ടോ, നമ്മൾ വീട്ടിലുണ്ടായ കദളിപ്പഴമാണ്. പിന്നെ ശർക്കര ആവശ്യത്തിന്. നമ്മൾ കുക്കറിലാണ് കുക്ക് ചെയ്യണത്, അതാണ് ഇതിലൂടെ എളുപ്പം. അപ്പോൾ നമ്മൾ ജീരകശാല റൈസ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വാഷ് ചെയ്തിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് അവിടെ നിന്ന് കുക്കാവട്ടെ. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ, 1 2 1 മതി. പിന്നെ ബിഗ് ബോസ് കാണാണ്ട് നമുക്ക് എന്താഘോഷം. ബിഗ് ബോസും കണ്ടുകൊണ്ടാണ് കുക്ക് ചെയ്യണത്. ഇനി നമുക്ക് പഴത്തിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പഴം കട്ട് ചെയ്യണം, ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. ഓക്കെ, അതവിടെ ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് കുക്കാവുമല്ലോ. പിന്നെ നമ്മുടെ ശർക്കരേനെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു 4 കട്ട നല്ലോണം ഒന്ന് ഇടിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതവിടെ നിന്നാവട്ടെ. ഈ ടൈമിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങേനെയും നട്ട്സും ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. കുറച്ച് ഗീ ഒഴിച്ചു. പിന്നെ അതിലേക്ക് നമ്മുടെ ശർക്കര അവിടെ നാവുന്നുണ്ട് കേട്ടോ. നെയ്യ് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ കുത്തിട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ കുത്തിടുന്നതാണ് അതിൻ്റെ ഒരു രുചി. തേങ്ങ കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കടിക്കാൻ പീനട്ട് കിട്ടുന്നത് ഇഷ്ടമാണ്, അപ്പോൾ അതിട്ട് കൊടുത്തു. പിന്നെ കാഷ്നട്ടും ബ്ലാക്ക് മുന്തിരിയില്ലേ, അതിട്ട് കൊടുത്താൽ നന്നായിരിക്കും. ബ്ലാക്ക് മുന്തിരി ഇടുകയാണെങ്കിൽ റൈസിൻ്റെ ഒപ്പം തന്നെ ഇടണം കേട്ടോ. അതൊന്ന് കുക്കാവണം. നമ്മൾ നോക്കും, നമ്മുടെ റൈസ് നല്ല കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനൊന്ന് ഒരുപാട് കുക്കാവാതിരിക്കണം എന്നും പറയും, പക്ഷേ എനിക്ക് നല്ല കുക്കാവണം കേട്ടോ. പിന്നെ അതിലേക്ക് പഴം ഇട്ട് കൊടുത്ത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് നമ്മുടെ ശർക്കര ഉരുക്കിയില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കുറവുമാതിരി തോന്നിയപ്പോൾ ഞാൻ ആ പഴം കുക്കാവണ്ടേ, അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. വെയിറ്റ് ഇടണ്ട, ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ശർക്കര പാനിയില്ലേ അത് ഒഴിച്ചെടുക്കാം. അത് ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കുക. ഈ അരി അധികം വേവാതിരിക്കുന്നതും ടേസ്റ്റാണ്, എന്നാൽ വെന്തതും ടേസ്റ്റാണ് കേട്ടോ. നമ്മൾക്ക് കടും പായസം എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം അരി വേവാത്തതല്ലേ കിട്ടുക, പക്ഷെ നന്നായി വെന്തതും അടിപൊളിയാണ്. രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ആ കട്ടയൊക്കെ ഉടയണം. ശർക്കര കളറില്ലാത്തത് കൊണ്ട് ബ്ലാക്ക് ശർക്കരയല്ല എനിക്ക് കിട്ടിയത്, വെളുത്തിരിക്കുന്ന ശർക്കരയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ജാഗരി പൗഡർ ഉണ്ടായിരുന്നു കേട്ടോ, പാരീസിൻ്റെ. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിൽ നമ്മുടെ ഇങ്ങനെ ഇതാക്കുകയൊന്നും വേണ്ട, അരിക്കൊന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. അത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. അതും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കുക. ഒരു 2 മിനിറ്റ്സ് നല്ലോണം ഇരുന്ന് കുക്കാവട്ടെ. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന നട്ട്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, തേങ്ങ, അതിട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. നമ്മുടെ പായസം റെഡി. പിന്നെ കുറച്ച് കൽക്കണ്ടമില്ലേ, അതിങ്ങനെ ഇട്ട് കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. സുഖമാണ്. അതായത് ഷുഗർ ക്രേവിങ് ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നി ഇത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ